ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി നെയ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു നെയ്പത്തലാണിത്. ഇത് നമ്മൾ അരയ്ക്ക് കുതിർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാധാ നമ്മുടെ പത്തിരി ചുടുന്ന ആ ഒരു അരിപ്പൊടി വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് അവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബോളിലേക്ക് നമുക്ക് 250 ഗ്രാമിൻ്റെ കപ്പിൽ 2.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു കപ്പിൽ 2.5 കപ്പ് അരിപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ നല്ല വെട്ടി തിളയ്ക്കുന്ന ആ ഒരു വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് പറയുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന സമയത്ത് വേണ്ടത്ര വെള്ളം, അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഡോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് മൂടി മാറ്റി വെക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ അരിപ്പൊടി അളന്ന ആ സെയിം കപ്പ് തന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു വലിയ ഉള്ളി, അതായത് സവാളയുടെ പകുതി കഷ്ണം. അപ്പോൾ വലിയതാണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം മതി. ഇത് ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു 1/2 ഭാഗം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ജീരകമാണ്. വലിയ ജീരകം ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകം ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരിക. ഒന്നായിട്ട് അരച്ച് കളയരുത്, വെള്ളമൊന്നും ചേർക്കാനും പാടില്ല. ഒന്ന് ഒതുക്കി എടുത്ത് വരാം. അപ്പോൾ ഇതിവിടെ ഒന്ന് ഒതുക്കി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ മതി. ഈ ഒരു രീതിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് വരിക. ഇനി ഇത് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച ആ ഒരു അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഇത് മൊത്തമായിട്ട് ചൂട് നനഞ്ഞിട്ടില്ല, അത്യാവശ്യം ചൂട് തന്നെയാണ് ഉള്ളത്. എന്നാലും നന്നായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൈവച്ച് നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, പത്തിരിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക. എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് ഇത്ര തന്നെ സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു പരിവെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയം കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാത്ത രീതിയിൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരിവെന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ലൂസ് ആവാനും പാടില്ല, ഓവറായിട്ട് ടൈറ്റായി പോകാനും പാടില്ല. അപ്പോൾ ഇത് ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതിന് പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രസ്സിലൊന്നും വെച്ച് പരത്തരുത്, കാരണം അത് ഭയങ്കരമായിട്ട് തിന്നായി പോവും. ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വെച്ചിട്ട് നമുക്കിതാ ഒരു പ്ലേറ്റോ മൂടിയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രൂപത്തിൽ പരത്തിയെടുക്കാം. ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് തിന്നായി പോയാൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചതൊന്ന് പൊരിച്ചെടുക്കാം. ഇത് പൊരിച്ചെടുക്കാനായിട്ടുള്ള എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് കുറച്ച് കട്ടിക്ക് പരത്തിയെടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾവശം ഒന്നും വേകാണ്ടായി പോവും. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഓരോന്നും ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം.
അപ്പോൾ മൊത്തത്തിൽ നമ്മളിതാ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറിയാണ്. ഇത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഞാനിതിനിവിടെ കോമ്പിനേഷനായിട്ട് റെഡിയാക്കിയിട്ടുള്ളത് ബീഫ് കറിയാണ്. അപ്പോൾ ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.